വില്ലേജ് ലൈറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. ബന്ധങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണങ്ങൾ പലപ്പോഴും ആഴമേറിയതും കൗതുകകരവുമാണ്. ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് ഒരു പുരുഷന്റെ മനസ്സിൽ, ഹൃദയത്തിൽ, ഓർമ്മകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്ന സ്ത്രീത്വത്തിന്റെ സവിശേഷമായ 7 ഭാവങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവാണ്. കേവലം ബാഹ്യരൂപത്തിനപ്പുറം വ്യക്തിത്വത്തിന്റെ ഓരോ അടയാളങ്ങളും എങ്ങനെയാണ് കാലാതീതമായി ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നതെന്ന് മനഃശാസ്ത്രപരമായ കണ്ടെത്തലുകളിലൂടെയും ലോകത്തെ സ്വാധീനിച്ച മഹത് വ്യക്തികളുടെ ഉൾക്കാഴ്ചകളിലൂടെയും യഥാർത്ഥ ജീവിതാനുഭവങ്ങളിലൂടെയും നാം ഇന്ന് ചർച്ച ചെയ്യും. ഓരോ ഗുണത്തെക്കുറിച്ചും നമ്മൾ വിപുലമായി സംസാരിക്കും. അതിൻ്റെ പ്രാധാന്യം, അത് ബന്ധങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, പുരുഷ മനസ്സിൽ അത് എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കും. ഒരുപക്ഷെ ഈ ചർച്ച നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും ഓർത്തെടുക്കുവാൻ നിങ്ങളെ സഹായിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകിയേക്കാം. ഒന്നാമതായി, ആത്മവിശ്വാസം. ഒരു സ്ത്രീയുടെ ഏറ്റവും തിളക്കമാർന്നതും ഒരു പുരുഷനെ ഏറ്റവും ആകർഷിക്കുന്നതുമായ ഗുണങ്ങളിലൊന്നാണ് ആത്മവിശ്വാസം. എന്താണ് യഥാർത്ഥ ആത്മവിശ്വാസം? ഇത് അഹങ്കാരമല്ല, മറിച്ച് സ്വന്തം കഴിവുകളിലും മൂല്യങ്ങളിലും വ്യക്തിത്വത്തിലുമുള്ള ഉറച്ച വിശ്വാസമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമുള്ള സ്ത്രീ സ്വയം പര്യാപ്തയും സ്വന്തം ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും കുറിച്ച് ബോധവതിയുമാണ്. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ആത്മവിശ്വാസം ഒരു വ്യക്തിയുടെ സ്വയം അംഗീകാരത്തെയും കഴിവിനെക്കുറിച്ചുള്ള പോസിറ്റീവ് ചിന്തകളെയും പ്രതിഫലിപ്പിക്കുന്നു. ഇത് മറ്റുള്ളവരിൽ സ്വാഭാവികമായി വിശ്വാസം ജനിപ്പിക്കുകയും ഒരു വ്യക്തിയെ കൂടുതൽ ആശ്രയിക്കാവുന്നവളാക്കുകയും ചെയ്യുന്നു. ആത്മവിശ്വാസം എന്നത് നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഈ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. ഒരാൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ അത് അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അവരുടെ ശരീരഭാഷയിൽ പോലും പ്രതിഫലിക്കും. അത്തരം സ്ത്രീകളെ പുരുഷൻ എപ്പോഴും ബഹുമാനത്തോടെയും ആദരവോടെയും കാണുന്നു. അവർക്ക് സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അത് ഉറച്ച ശബ്ദത്തിൽ ഭയമില്ലാതെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയും. ഒരു പുരുഷൻ തൻ്റെ പങ്കാളിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമാണിത്. ജോലിസ്ഥലത്തായാലും കുടുംബജീവിതത്തിലായാലും സാമൂഹിക ഇടപെടലുകളിലായാലും ആത്മവിശ്വാസമുള്ളവർക്ക് ഒരു പ്രത്യേക പ്രഭാവമുണ്ട്. ഇതൊരു പുരുഷന് സ്വന്തം ജീവിതത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കാനും മുന്നോട്ടു പോകാനുമുള്ള പ്രചോദനം നൽകുന്നു. രണ്ടാമതായി, നർമ്മബോധം. ജീവിതത്തിൽ ചിരിയും സന്തോഷവും നിറയ്ക്കുന്ന ഒരു മാന്ത്രിക ഗുണമാണ് നർമ്മബോധം. ബന്ധങ്ങളിൽ ചിരിക്ക് വലിയ പ്രാധാന്യമുണ്ട്. മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് തമാശകൾ ആസ്വദിക്കാനും പങ്കുവയ്ക്കുവാനുമുള്ള കഴിവ് ബന്ധങ്ങളിൽ സമ്മർദ്ദം കുറയ്ക്കാനും ആളുകൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു എന്നാണ്. ജീവിതം പലപ്പോഴും പ്രവചനാതീതമാണ്. അപ്രതീക്ഷിത പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ പോലും തമാശ കണ്ടെത്താനും ചിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനും കഴിയുന്ന ഒരാൾ കൂടെയുണ്ടെങ്കിൽ ജീവിതം എത്ര മനോഹരമാകും. പ്രശസ്ത ഹാസ്യതാരം ചാർലി ചാപ്ലിന്റെ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ചിരിയില്ലാത്ത ഒരു ദിനം നഷ്ടപ്പെട്ട ദിനമാണ്. അദ്ദേഹത്തിന്റെ ഈ നിരീക്ഷണം ജീവിതത്തിൽ നർമ്മത്തിനുള്ള പ്രാധാന്യം അടിവരയിടുന്നു. ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ നർമ്മബോധം കാണുമ്പോൾ അവർക്ക് ആ വ്യക്തിയോടൊപ്പം സമയം ചിലവഴിക്കാൻ കൂടുതൽ ഇഷ്ടം തോന്നും. എല്ലാ കാര്യങ്ങളെയും ഗൗരവത്തോടെ മാത്രം സമീപിക്കാതെ ലളിതമായി കാണാനും ചിരിക്കാനും കഴിയുന്ന സ്ത്രീകൾക്ക് ബന്ധങ്ങളിൽ ഒരു പ്രത്യേക ഊഷ്മളത നൽകാൻ സാധിക്കും. ഇത് ജീവിതത്തെ കൂടുതൽ ആസ്വാദികരമാക്കുകയും ഇരുവർക്കും തമ്മിൽ ഒരു സൗഹൃദം വളർത്തുകയും ചെയ്യുന്നു. ഒരു പുരുഷൻ ഏറ്റവും അധികം ഓർക്കാൻ ആഗ്രഹിക്കുന്നത് സന്തോഷമുള്ള നിമിഷങ്ങളെയാണ്. ആ നിമിഷങ്ങൾ നൽകാൻ നർമ്മബോധമുള്ള ഒരു സ്ത്രീക്ക് കഴിയും. മൂന്നാമത്തെ സവിശേഷതയാണ് ബുദ്ധിശക്തി. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേവലം അക്കാദമികമായ അറിവല്ല, മറിച്ച് കാര്യങ്ങളെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടുണ്ടാകുകയും യുക്തിസഹമായി ചിന്തിക്കുകയും പ്രശ്നങ്ങളെ വിശകലനം ചെയ്ത് പരിഹാരം കണ്ടെത്തുകയും ചെയ്യാനുള്ള കഴിവുകൂടിയാണ്.
പുരുഷന്മാർക്ക് തങ്ങളുടെ പങ്കാളിയിൽ ഒരു നല്ല സുഹൃത്തിനെ പോലെ ബുദ്ധിപരമായ ചർച്ചകളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരാളെ ആവശ്യമുണ്ട്. ഇത് കേവലം വിനോദത്തിനപ്പുറം പരസ്പരം വളരാൻ സഹായിക്കുന്ന ഒരു ബന്ധത്തിന് വഴിയൊരുക്കുന്നു. ഒരു പ്രശസ്ത തത്വചിന്തകൻ പറഞ്ഞതുപോലെ, മനുഷ്യൻ ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ മാത്രമല്ല, ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും കൂടിയാണ്. മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ നിരീക്ഷിച്ചതുപോലെ, പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഏകമാർഗം അറിവാണ്. ബുദ്ധിയുള്ള സ്ത്രീകൾക്ക് പുരുഷന്റെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായും ഒരു പ്രചോദനമായും വർദ്ധിക്കാൻ സാധിക്കുന്നു. അവർക്ക് പുതിയ ആശയങ്ങൾ നൽകാനും ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കാനും കഴിയും. ബുദ്ധിപരമായ സംഭാഷണങ്ങൾ ബന്ധങ്ങളെ കൂടുതൽ ആഴമുള്ളതാക്കുകയും പരസ്പരം ബഹുമാനം വളർത്തുകയും ചെയ്യും. ഇത് കേവലം അറിവ് പങ്കുവയ്ക്കലല്ല, മറിച്ച് ചിന്തകളെ ഉത്തേജിപ്പിക്കുകയും ലോകത്തെ പുതിയ കണ്ണുകളിലൂടെ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ജീവിതത്തിലെ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടാൻ ബുദ്ധിയുള്ള പങ്കാളി ഒരു വലിയ മുതൽക്കൂട്ടാണ്. നാലാമതായി, ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നതും പുരുഷന്റെ മനസ്സിൽ ഇടം നേടുന്നതുമായ ഒന്നാണ് സ്വാതന്ത്ര്യം. ഇത് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാനുള്ള ധൈര്യത്തെയും ആരുടെയും പിന്തുണയില്ലാതെ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാനുള്ള കഴിവിനെയും അടയാളപ്പെടുത്തുന്നു. മനഃശാസ്ത്രപരമായി ഓരോ വ്യക്തിക്കും അവരുടേതായ ഇടവും സ്വാതന്ത്ര്യവും ആവശ്യമാണ്. ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്കും ആത്മസാക്ഷാത്കാരത്തിനും അത്യന്താപേക്ഷിതമാണ്. ഒരു ബന്ധത്തിൽ ആരോഗ്യകരമായ സ്വാതന്ത്ര്യം അത്യാവശ്യമാണ്. നോബൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായിയുടെ വാക്കുകൾ പ്രചോദനപരമാണ്. ഒറ്റയ്ക്ക് ശബ്ദമുയർത്താൻ ധൈര്യമുള്ള ഒരു സ്ത്രീക്ക് ലോകത്തെ മാറ്റാൻ കഴിയും. ഈ വാക്കുകൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ശക്തി വിളിച്ചോതുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ലക്ഷ്യബോധമുള്ള സ്ത്രീകളെ പുരുഷന്മാർക്ക് വളരെയധികം ആകർഷകമായി തോന്നും. അവർക്ക് സ്വന്തമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടാകും. അത് ബന്ധങ്ങൾക്ക് ഒരു പുതിയ മാനം നൽകുന്നു. ഇത്തരം സ്ത്രീകൾ ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഒരധിക ഭാരമാകാതെ ഒരു ശക്തമായ കൂട്ടാളിയായി മാറുന്നു. ഇത് പരസ്പര ബഹുമാനത്തെയും സ്വാതന്ത്ര്യത്തെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു ആരോഗ്യകരമായ ബന്ധത്തിന് വഴിയൊരുക്കുന്നു. ഓരോ വ്യക്തിക്കും അവരുടേതായ സത്വബോധമുണ്ടെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ പൂർണ്ണമാകൂ. അഞ്ചാമത്തെ ഭാവമാണ് കരുണയും സഹാനുഭൂതിയും. മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളാനും അവരോട് ദയയോടെയും സ്നേഹത്തോടെയും പെരുമാറാനുമുള്ള കഴിവ് ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിന് ആഴം നൽകുന്നു. ഇതിനെ എമ്പതി എന്നാണ് മനഃശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്. ഇത് കേവലം മറ്റൊരാളുടെ വേദനയിൽ ദുഃഖിക്കുക എന്നതിലുപരി അവരുടെ അവസ്ഥയെ മനസ്സിലാക്കാനും അവർക്കൊപ്പം നിൽക്കാനും ആവശ്യമെങ്കിൽ സഹായം നൽകാനുമുള്ള കഴിവാണ്. ഈ ഗുണം മനുഷ്യബന്ധങ്ങളിൽ വിശ്വാസത്തിന്റെയും അടുപ്പത്തിന്റെയും പാലം പണിയുന്നു. ദലൈലാമയുടെ ഈ വാക്യം ശ്രദ്ധിക്കുക: എൻ്റെ മതം വളരെ ലളിതമാണ്, എൻ്റെ മതം ദയയാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കരുണയുടെയും ദയയുടെയും പ്രാധാന്യം എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഹൃദയത്തിൽ സ്നേഹവും ദയയുമുള്ള സ്ത്രീകൾക്ക് പുരുഷന്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നേടാനാകും. അവർ ചുറ്റുമുള്ളവർക്ക് സാന്ത്വനവും ആശ്വാസവും നൽകുന്നു. ഒരു പുരുഷൻ തന്റെ പങ്കാളിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മാനുഷിക ഗുണമാണിത്. കാരണം ഇത് ഒരു വീടിനും കുടുംബത്തിനും സ്നേഹം നൽകുന്നു. കുട്ടികളെ വളർത്തുന്നതിലും കുടുംബത്തിൽ ഐക്യം നിലനിർത്തുന്നതിലും ഈ ഗുണം അത്യന്താപേക്ഷിതമാണ്. ആറാമതായി, ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാന ശിലയാണ് ആത്മാർത്ഥത. സത്യസന്ധതയും തുറന്ന മനസ്സും ഒരു ബന്ധത്തിൽ അനിവാര്യമാണ്. മനഃശാസ്ത്രപരമായി ആത്മാർത്ഥതയും സത്യസന്ധതയും പരസ്പര വിശ്വാസം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിന്റെയും നട്ടെല്ല്. വിശ്വാസമില്ലാത്ത ഒരു ബന്ധം അധികകാലം നിലനിൽക്കുകയില്ല. പ്രശസ്ത തത്വചിന്തകൻ റാൽഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞതുപോലെ, നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ച രൂപത്തിലാണ്. ഈ വാക്കുകൾ ആത്മാർത്ഥതയുടെ പ്രാധാന്യം അടിവരയിടുന്നു. കപടതയില്ലാത്ത സ്വന്തം വികാരങ്ങളെയും ചിന്തകളെയും തുറന്നു പ്രകടിപ്പിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് വിശ്വസിക്കാനും അവരുമായി ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനും സാധിക്കുന്നു. ആത്മാർത്ഥതയുള്ള ഒരു സ്ത്രീ ഒരു പുരുഷന് സുരക്ഷിതത്വവും സമാധാനവും നൽകുന്നു. കാരണം അവിടെ മറച്ചുവെക്കലുകളോ കള്ളങ്ങളോ ഉണ്ടാവുകയില്ല. ഒരുമിച്ച് ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ
പരസ്പരം വിശ്വസിക്കാൻ കഴിയുന്നത് വലിയൊരു ശക്തിയാണ്. ആത്മാർത്ഥതയുള്ളവർ എപ്പോഴും ഓർമ്മിക്കപ്പെടും, കാരണം അവർ യഥാർത്ഥമാണ്. ഏഴാമത്തേതും അവസാനത്തേതുമായ ഭാവമാണ് പ്രോത്സാഹനം നൽകാനുള്ള കഴിവ്. ഒരു പുരുഷന്റെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുകയും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങും തണലുമായി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ അയാൾക്കൊരിക്കലും മറക്കാനാവുകയില്ല. മനഃശാസ്ത്രജ്ഞർ ഇതിനെ സാമൂഹിക പിന്തുണ, സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നു. ഇത് വ്യക്തിയുടെ മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിൽ ഓരോരുത്തർക്കും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. അത്തരം സമയങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകാൻ ഏറ്റവും വലിയ പ്രചോദനം നൽകുന്നത് പലപ്പോഴും നമ്മുടെ പങ്കാളിയായിരിക്കും. ലോകപ്രശസ്ത ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ വാക്കുകൾ ഇവിടെ ഓർക്കാം. വിജയം എന്നത് ഒറ്റയ്ക്ക് നേടുന്നതല്ല, മറിച്ച് ഒരു ടീം വർക്കിന്റെ ഫലമാണ്. ഇവിടെ പങ്കാളി ഒരു ടീം അംഗമാണ്. ജീവിതത്തിന്റെ കളിക്കളത്തിൽ പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു പങ്കാളി വിജയങ്ങളിലേക്ക് എത്താൻ വലിയ പ്രചോദനമാണ്. പുരുഷൻ തളരുമ്പോൾ കൈത്താങ്ങായും വിജയിക്കുമ്പോൾ കൂടെ സന്തോഷിക്കാനും കഴിയുന്ന ഒരാൾ കൂടെയുണ്ട് എങ്കിൽ അയാൾക്ക് ഏത് വെല്ലുവിളികളെയും നേരിടാൻ കഴിയും. അങ്ങനെ ഒരു സ്ത്രീയെ പുരുഷൻ എന്നും മനസ്സിൽ സൂക്ഷിക്കും, കാരണം അവർ അയാളുടെ ഏറ്റവും വലിയ ശക്തിയാണ്. ഒരു പങ്കാളിയുടെ പ്രചോദനവും പിന്തുണയും ഇല്ലാതെ വലിയ വിജയങ്ങൾ നേടുക എന്നത് പലപ്പോഴും അസാധ്യമാണ്. പ്രിയ സ്നേഹിതരെ, നാം കണ്ട ഈ 7 ഭാവങ്ങളും ഓരോ പുരുഷന്റെയും കാഴ്ചപ്പാടിൽ വ്യത്യസ്തമായി പ്രതിഫലിക്കാമെങ്കിലും ഇവയെല്ലാം സ്ത്രീത്വത്തിന് മാറ്റുകൂട്ടുന്ന സാർവത്രികമായ ഗുണങ്ങളാണ്. സൗന്ദര്യത്തിനപ്പുറം വ്യക്തിത്വത്തിന്റെ ആഴവും സ്വഭാവത്തിന്റെ മാഹാത്മ്യവുമാണ് ഒരു സ്ത്രീയെ ഒരു പുരുഷന്റെ മനസ്സിൽ എന്നും ഓർമ്മിപ്പിക്കുന്നത്. ആഴത്തിലുള്ള മാനുഷിക ബന്ധങ്ങളെയും മാനസിക അടുപ്പത്തെയും പരസ്പര ബഹുമാനത്തെയും വിലമതിക്കുന്നവർക്ക് ഈ ഗുണങ്ങൾ അനിവാര്യമാണ്. ഓർക്കുക, ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഇഷ്ടങ്ങളെയും വിശ്വാസങ്ങളെയും ആശ്രയിച്ചാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ഓരോ ഗുണവും ഒരു സ്ത്രീയെ പുരുഷന്റെ മനസ്സിൽ കൂടുതൽ ആകർഷകയാക്കാനും എന്നും ഓർമ്മയിൽ നിർത്താനും സഹായിക്കും. ഒരു ബന്ധത്തിൽ ഈ ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിലൂടെ നമുക്ക് കൂടുതൽ സന്തോഷകരവും അർത്ഥവത്തും കാലാതീതവുമായ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും. ഈ ചർച്ച നിങ്ങളുടെ ബന്ധങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ സഹായിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു ഉൾക്കാഴ്ച നൽകിയിട്ടുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ എത്രത്തോളം പ്രധാനമാണ്? നിങ്ങൾ ഈ ഗുണങ്ങളിൽ ഏതൊക്കെയാണ് കൂടുതലായി ഇഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മടിക്കരുത്. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.